EPF ഫൈനൽ സെറ്റിൽമെൻറ്റ് അഥവാ എംപ്ലോയർ ഷെയർ വിഡ്രോവലാണ്. അതിനായി നിങ്ങളുടെ ബ്രൗസറിൽ EPF എന്ന് സെർച്ച് ചെയ്യുക. ശേഷം EPFO ഇന്ത്യ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഫസ്റ്റ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അന്നും ക്ലോസ് ചെയ്യാവുന്നതാണ്. ശേഷം ഓൺലൈൻ ക്ലെയിം മെമ്പർ അക്കൗണ്ട് ട്രാൻസ്ഫർ അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങളുടെ UIN നമ്പറും പാസ്വേഡും കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൂടാതെ താഴെ കാണുന്ന ക്യാപ്ചയും കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്പൺ വരുന്നൊരു ലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം, ആധാർ, പാൻ നമ്പർ, അക്കൗണ്ട് നമ്പർ എല്ലാം ചെക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുക. അതിനായി വ്യൂ എന്ന മെനുവിൽ സർവീസ് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ജോയിനിങ്, ഡേറ്റ് ഓഫ് എക്സിറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഡേറ്റ് ഓഫ് എക്സിറ്റ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് എക്സിറ്റ് മാർക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നത്. അടുത്ത ഓൺലൈൻ സർവീസിൽ ക്ലെയിം ഫോം സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ ചെയ്യുക. അടുത്ത ഓപ്പണായി വരുന്നതിൽ യെസ് എന്ന ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. ശേഷം പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിം എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇനി ഓപ്പണായി വരുന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത ശേഷം ഓൺലൈൻ PF വിഡ്രോവൽ, അതായത് ഫോം 19 ആണ് നിങ്ങൾ ഫില്ല് ചെയ്യുന്നത്. ഓപ്ഷൻ കൊടുക്കുക. ശേഷം ഫോം 15G ഡൗൺലോഡ് ചെയ്യാനുള്ള ഫോം ഞങ്ങൾക്ക് ലിങ്കിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ സ്കാൻ ചെയ്ത് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ശേഷം നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. നിങ്ങൾക്ക് ഹോം അഡ്രസ്സോ ഓഫീസ് അഡ്രസ്സോ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കോ അല്ലെങ്കിൽ ഒരു ചെക്ക് ബുക്കോ 100 GB-ക്കോ 500 GB-ക്കോ ഇടയിൽ സൈസ് ഉള്ളത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ഗെറ്റ് ആധാർ OTP എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വെരിഫൈ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP സബ്മിറ്റ് ചെയ്യുക. OTP കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ഓൺലൈൻ ക്ലെയിം റിക്വസ്റ്റ് പോർട്ടലിൽ സബ്മിറ്റ് ആവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ സർവീസിൽ ട്രാക്ക് ക്ലെയിം സ്റ്റാറ്റസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. എൻ്റെ ക്ലെയിം സെറ്റിൽഡ് ആയിട്ടുണ്ട്.